സെറ ഗോൾഡൻ ഡയമണ്ട് CPA ജംഗ്ഷൻ എടവണ്ണ. ബ്രാൻഡഡ് ഉൽപ്പന്നങ്ങൾക്ക് വിലക്കുറവ് വാഗ്ദാനങ്ങളിൽ മാത്രമല്ല, സിഗ്മ ഷോറൂം സന്ദർശിക്കൂ. ഓൺലൈൻ ഷോപ്പിംഗ് വിലയേക്കാൾ കുറവിൽ ഉൽപ്പന്നങ്ങൾ സിഗ്മയിൽ നിന്നും ലഭ്യമാണ്. സിഗ്മ ഇലക്ട്രോണിക്സ് ഗാലറി. ആഘോഷം ഏതു തന്നെയായാലും ആഭരണം ഹിബ ഗോൾഡൻ ഡയമണ്ട്സ്. ഹിബ ഗോൾഡൻ ഡയമണ്ട്സ്, ഓപ്പോസിറ്റ് ഫെഡറൽ ബാങ്ക്, എടവണ്ണ. വിജയകരമായ വർഷങ്ങൾ പിന്നിട്ട എടവണ്ണ എമിറേറ്റ്സ് ടൈൽസ് ആൻഡ് സാനിറ്ററീസ് അതിശയിപ്പിക്കുന്ന വിലക്കുറവുമായി. എമിറേറ്റ്സ് ടൈൽസ് ആൻഡ് സാനിറ്ററീസ്, നിയർ സീതി ഹാജി ബ്രിഡ്ജ്, നിലമ്പൂർ റോഡ്, എടവണ്ണ. എടവണ്ണയിൽ വീടിന് മുൻപിൽ നിർത്തിയിട്ട 2 വാഹനങ്ങൾ കത്തിനശിച്ച സംഭവത്തിൽ ഒരാളെ എടവണ്ണ പോലീസ് അറസ്റ്റ് ചെയ്തു. വാഹനങ്ങൾ കത്തിച്ചതാണെന്ന് കുടുംബം നേരത്തെ പറഞ്ഞിരുന്നു. പരാതിയെ തുടർന്ന് എടവണ്ണ പോലീസ് കേസ് രജിസ്റ്റർ ചെയ്ത് നടത്തിയ അന്വേഷണത്തിലാണ് ഒരാളെ അറസ്റ്റ് ചെയ്തത്. കൊട്ടേഷന്റെ ഭാഗമായാണ് പ്രതികൾ കൃത്യം നടത്തിയതെന്നാണ് പോലീസ് പറയുന്നത്. ചെറുപ്പുളശ്ശേരി സ്വദേശി കൈപ്പഞ്ചേരി മുഹമ്മദ് ആഷിഫാണ് പോലീസിന്റെ പിടിയിലായത്. എടവണ്ണ ആര്യൻതൊടിയിൽ കഴിഞ്ഞ 29-ന് പുലർച്ചെയാണ് സംഭവം നടന്നത്. പോർച്ചിൽ നിർത്തിയിട്ട 2 വാഹനങ്ങളാണ് കത്തി നശിച്ചിരുന്നത്. ആര്യൻതൊടി അഷ്റഫിന്റെ വീട്ടിലെ വാഹനമാണ് കത്തി നശിച്ചത്. ആരെങ്കിലും മനഃപൂർവ്വം തീ വെച്ചതാണോ എന്ന സംശയത്തെ തുടർന്ന് വീട്ടുകാർ എടവണ്ണ പോലീസിൽ പരാതി നൽകിയിരുന്നു. നമ്പർ ബോർഡില്ലാത്ത മാരുതി ആൾട്ടോ കാറിലെത്തിയാണ് പ്രതികൾ കൃത്യം നടത്തിയതെന്ന് പോലീസ് പറഞ്ഞു. CC ക്യാമറകൾ കേന്ദ്രീകരിച്ച് നടത്തിയ പരിശോധനയിൽ കൃത്യത്തിന് ഉപയോഗിച്ച കാർ മങ്കട വരെ ഓടിച്ചു പോകുകയായിരുന്നു. ഈ വാഹനം മങ്കടയിൽ വെച്ച് മറ്റൊരു വാഹനമായി കൂട്ടിയിടിക്കുകയും ചെയ്തിരുന്നു. അപകട വിവരം പുറത്തു പറയാതിരിക്കാൻ പിക്കപ്പ് ഉടമയ്ക്ക് പണം നൽകി രക്ഷപ്പെടാനായിരുന്നു പ്രതികളുടെ ശ്രമം. തുടർന്ന് കാറിലെ യാത്രക്കാരെ കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണത്തിലാണ് പ്രതി എടവണ്ണ പോലീസിന്റെ വലയിലാകുന്നത്. 4 പേർ ചേർന്നാണ് കൃത്യം നടത്തിയതെന്നും പോലീസ് പറയുന്നു. മറ്റു പ്രതികളെ കുറിച്ച് പോലീസ് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. ഇവരെയും ഉടൻ പിടികൂടാൻ ആകുമെന്ന് പോലീസ് പറയുന്നു. കൃത്യം നടത്താൻ ഉപയോഗിച്ച ആൾട്ടോ കാറും പോലീസ് പിടിച്ചെടുത്തിട്ടുണ്ട്. എടവണ്ണ പോലീസ് സ്റ്റേഷൻ പരിധിയിൽ കഴിഞ്ഞ മാസം 29-ാം തീയതി പുലർച്ചെ 3:30 മണിയോടുകൂടി ആര്യൻതൊടിക എന്ന സ്ഥലത്ത് അഷ്റഫ് എന്നയാളുടെ വീടിന് മുൻവശം കിടന്ന 2 വാഹനങ്ങളും ആരോ തീവെച്ച് നശിപ്പിക്കുകയുണ്ടായി. യാതൊരുവിധമായ തുമ്പും അവശേഷിപ്പിക്കാതെയാണ് പ്രതികൾ ഈ കുറ്റകൃത്യം ചെയ്തത്. എന്നാൽ വീട്ടുകാരോട് ശത്രുതയുള്ള 3 പേരുടെ പേര് FIR മൊഴി നൽകുന്ന സമയത്ത് പറഞ്ഞിരുന്നു. അതുമായിട്ട് ബന്ധപ്പെട്ട് അന്വേഷണം നടത്തിയതിൽ രജിസ്റ്റർ നമ്പർ പതിച്ചിട്ടില്ലാത്ത ഒരു വാഹനത്തിൽ, ഒരു മാരുതി ആൾട്ടോ കാറിലാണ് പ്രതികൾ വന്ന് കൃത്യം ചെയ്തതെന്ന് ബോധ്യമായിട്ടുള്ളതാണ്. തുടർന്ന് സ്റ്റേഷനിലെ പോലീസ് ഉദ്യോഗസ്ഥരായ ഷബീർ, ഷറഫ്, സിയാദ്, സുഹൈല്, ഡാൻസ് ഓഫ് ടീം അംഗങ്ങൾ അവരുടെയൊക്കെ നേതൃത്വത്തിൽ നടത്തിയ വിശദമായ പരിശോധനയിൽ ഈ വാഹനം, നമ്പർ ബോർഡ് ഇല്ലാത്ത ഈ വാഹനം മങ്കട ഭാഗത്ത് വരെ പോയതായിട്ട് വിവരം കിട്ടുകയും തുടർന്ന് മങ്കടയിലും പരിസരത്തും അന്വേഷിച്ചതിൽ ഈ വാഹനം മങ്കടയിലുള്ള ഒരു പിക്കപ്പ് വാഹനമായിട്ട് കൂട്ടിയിടിച്ച് പരിക്കുകൾ പറ്റിയിരുന്നു ബോധ്യമായിട്ടുള്ളതാണ്. തുടർന്ന് പോലീസിൽ പറയാതിരിക്കുന്നതിന് വേണ്ടി ചെറിയ നിസ്സാര പരിക്കുള്ള പിക്കപ്പിന്റെ ഉടമയ്ക്ക് 25,000 രൂപ പാരിതോഷികമായിട്ട് അവർ നൽകുകയും വാഹനത്തിന്റെ കേടുപാടുകൾ ശരിയാക്കുന്നതിന് നൽകുകയും അവർ സ്ഥലത്ത് നിന്ന് രക്ഷപ്പെടുകയും ചെയ്തു. വാഹന ഉടമ ഈ കാറിലുണ്ടായിരുന്ന 4 പേരുടെ ഫോട്ടോയും അതുപോലെ തന്നെ അതിലൊരാളുടെ ID പ്രൂഫ് വാങ്ങിക്കുകയും തുടർന്ന് പൈസ വാങ്ങിയ സമയത്ത് അവരുടെ ഡീറ്റെയിൽസ് ഫുള്ള് വാങ്ങിയതിന് ശേഷമാണ് വാഹനം വിട്ടു നൽകിയത്. അതിൽ നിന്ന് അവർക്ക് മനസ്സിലായത് എറണാകുളത്തുള്ള ഒരു സ്വദേശിയാണ് ഈ വാഹന ഉടമയുടെ അക്കൗണ്ടിലേക്ക് പൈസ നിക്ഷേപിച്ചത്. അപ്പോൾ എറണാകുളത്തുള്ള കൊട്ടേഷൻ ടീം, ഔറംഗസീബ് എന്ന പേരുള്ള ആള് കൊട്ടേഷൻ നൽകിയാണ് ഈ കുറ്റകൃത്യം ചെയ്തതെന്ന് ബോധ്യമായിട്ടുണ്ട്. ഈ കുറ്റകൃത്യത്തിൽ ഉൾപ്പെട്ടിട്ടുള്ള, ഇതിന് പ്രേരണ നൽകിയിട്ടുള്ള, ഇതിന് സഹായിച്ചിട്ടുള്ള മുഴുവൻ പേരെയും താമസിയാതെ അറസ്റ്റ് ചെയ്യുന്നതാണ്. നമ്മുടെ ബഹുമാനപ്പെട്ട മലപ്പുറം ജില്ലാ പോലീസ് മേധാവി അവർ ഈ കേസിൽ പ്രത്യേക താല്പര്യം കാണിച്ചതിന്റെ ഫലമായിട്ട് നിലമ്പൂർ DSP ശ്രീ സന്തോഷ് സാറ് എല്ലാ ദിവസവും മോണിറ്റർ ചെയ്തതിന്റെ ഫലമായിട്ടാണ് ഈ ചുരുങ്ങിയ ദിവസം കൊണ്ട് പോലീസ് ഉദ്യോഗസ്ഥരുടെ വളരെ ആത്മാർത്ഥമായ പരിശ്രമം കൊണ്ട് ഈ പ്രതികളെ കണ്ടെത്താനായിട്ട് സാധിച്ചത്. തുടർന്നും ഇതിന്റെ അന്വേഷണം ഇതേ രീതിയിൽ പോവുകയും മറ്റു പ്രതികളെയും നിയമത്തിന്റെ മുന്നിൽ കൊണ്ടുവരികയും ചെയ്യുന്നതാണ്.
പോർച്ചിൽ നിർത്തിയിട്ട ടാർ ബൊലോറോ വാഹനങ്ങളാണ് കത്തി നശിച്ചിരുന്നത്. വീടിനും കേടുപാടുകൾ സംഭവിച്ചിരുന്നു. ജില്ലാ പോലീസ് മേധാവിയുടെയും നിലമ്പൂർ ഡിവൈഎസ്പിയുടെയും നിർദ്ദേശത്തെ തുടർന്ന് എടവണ്ണ പോലീസും ഡാൻസ് ഓഫ് ടീമും സൈബർ സെൽ വിഭാഗവും നടത്തിയ അന്വേഷണത്തിലാണ് പ്രതി പിടിയിലാകുന്നത്. സെറ ഗോൾഡൻ ഡയമണ്ട് CPA ജംഗ്ഷൻ എടവണ്ണ. ബ്രാൻഡഡ് ഉൽപ്പന്നങ്ങൾക്ക് വിലക്കുറവ് വാഗ്ദാനങ്ങളിൽ മാത്രമല്ല, സിഗ്മ ഷോറൂം സന്ദർശിക്കൂ. ഓൺലൈൻ ഷോപ്പിംഗ് വിലയേക്കാൾ കുറവിൽ ഉൽപ്പന്നങ്ങൾ സിഗ്മയിൽ നിന്നും ലഭ്യമാണ്. സിഗ്മ ഇലക്ട്രോണിക്സ് ഗാലറി. ആഘോഷം ഏതു തന്നെയായാലും ആഭരണം ഹിബ ഗോൾഡൻ ഡയമണ്ട്സ്. ഹിബ ഗോൾഡൻ ഡയമണ്ട്സ്, ഓപ്പോസിറ്റ് ഫെഡറൽ ബാങ്ക്, എടവണ്ണ. വിജയകരമായ വർഷങ്ങൾ പിന്നിട്ട എടവണ്ണ എമിറേറ്റ്സ് ടൈൽസ് ആൻഡ് സാനിറ്ററീസ് അതിശയിപ്പിക്കുന്ന വിലക്കുറവുമായി. എമിറേറ്റ്സ് ടൈൽസ് ആൻഡ് സാനിറ്ററീസ്, നിയർ സീതി ഹാജി ബ്രിഡ്ജ്, നിലമ്പൂർ റോഡ്, എടവണ്ണ.